കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ ഉണ്ടോ? മരിച്ചവരുണ്ടോ ഇല്ലോ നീ തിരക്കേണ്ട കാര്യമില്ല. നീ ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നോ? ഇല്ല. അപ്പം ചോറുണ്ടായിരുന്നു പാട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ശരി. എടാ റിയാലിറ്റി. എടാ നീയാടാ റിയാലിറ്റി. റിയാലിറ്റി. എടാ നിനക്കൊക്കെ ഇങ്ങനെ കളിയാക്കാനല്ലേ അറിയത്തുള്ളൂ. എന്റെ കുഞ്ഞു ഫൈനലിൽ കയറി, അറിയാവോ? നിനക്ക് അങ്ങനെ തന്നെ വരണം. എന്ത് ഫൈനൽ കയറിയാ പോരാ, അവന്റെ അഞ്ചത്ത് പാണ്ടിലോറി കയറണം. പക്ഷേ നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. കൂടുതൽ ആളൊന്നും കളിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഈ മനുഷ്യൻ ആരോടായിരുന്നു അണക്ക് വെക്കുന്നത്? ഇടി നീ ഒരു കാര്യം മനസ്സിലായോ? എന്തുവാ? ഇടി നമ്മുടെ കുഞ്ഞ് ഫൈനലിൽ കയറിയ നാട്ടുകാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നേരം നോക്കിയാ സ്വാമി ഉണ്ടല്ലോ, ആമ്പലത്തിലെ സ്വാമി, നേരം വെളുക്കുമ്പോ തുടങ്ങും അവന്റെ ചങ്കമണി യൂത്ത്. എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചങ്കുമണി യൂത്തും പറഞ്ഞു നിർത്തിയേക്കാം. പറഞ്ഞു നിർത്തണം. സ്വാമിയേ, നിന്റെ ശംഖും മണിയും കേട്ടല്ലോ. എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബഹളം വേണ്ട. നമ്മുടെ കുഞ്ഞെന്തേടി? കുഞ്ഞോ? അതൊക്കെ സാധകം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവൻ നമ്മൾ പുതിയ റൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫാമിലി റൗണ്ട് ആവണം. അവൻ പാടും, നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അഭിനയിക്കണം. മനസ്സിലായില്ലോ? അപ്പൊ നമ്മൾ രണ്ടുപേരെ കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ മൂത്ത അളിയനും പെങ്ങളും വരും, അവരുടെ അടുത്ത് നീ പോര് കാണിക്കരുത് കേട്ടല്ലോ. എന്തോ ഏട്ടോ അങ്ങനെ പറയുന്നത്? ഞാൻ പോര് കാണിക്കുവോ? പിന്നെ ആരൊക്കെ വന്നാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും. ഇട്ടോ അറിയോ? ആര്? അമ്മായി എവിടെ നിന്നും ആരെ കണ്ടാലും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. അതല്ല നീ ഉദ്ദേശിക്കുന്ന സംഭവം അല്ല ഇവിടെ. അമ്മായി അടുക്കള തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നേ? ഇഡ്ഡലിയാ മോനെ ഉണ്ടാക്കി വെച്ചിരുന്നേ? ഇഡ്ഡലി ഞാൻ അറിഞ്ഞില്ല, ഞാൻ 30 എണ്ണം എടുത്ത് കഴിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ചെറിയൊരു പരിപാടി നടക്കാൻ പോവാണ്. നമ്മുടെ കുഞ്ഞിന്റെ പാട്ടിന്റെ റിയാലിറ്റി ഷോയുടെ ഫൈനൽ സംഭവം റിഹേഴ്സൽ. ഞാൻ പാട്ട് കേട്ടായിരുന്നു. അയ്യോ ഞാൻ പാട്ടാവന്റെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് പാട്ട് പാട്ടല്ലേ? അപ്പൊ ഞാൻ നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ അത് ഞാൻ ചോദിക്കട്ടെ. ഉത്തരവാദിത്വം ഉണ്ടോന്നും? എന്ത് ഇത് കണ്ടോ? എന്നാന്നറിയോ? എന്ത് ടിക്കറ്റ്? ടിക്കറ്റാ? കഴിഞ്ഞ ആഴ്ച ബസ്സിൽ പോയി ടിക്കറ്റാ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഉത്തരവാദിത്തം ഇല്ലേ? ഓ അങ്ങനെ ഉത്തരവാദിത്തമുള്ള നീ മിടുക്കനാ. മാമനും മിടുക്കനാ, അമ്മായി മിടുക്കാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടാ നമ്മുടെ ഇപ്പൊ റിഹേഴ്സൽ ആൾക്കാർ ഒരുപാട് പേര് വരും. നമുക്ക് കുളിക്കണം, നനയ്ക്കണം, പല്ല് വെക്കണം, എല്ലാം ചെയ്യണം. അപ്പൊ ശകലം വെള്ളം കോരി വെക്കാനുള്ള സെറ്റപ്പ് നീ റെഡിയാക്കണം. ഞാൻ വെള്ളം കോരി വെച്ചിരിക്കുക. വെള്ളം കോരി വെച്ചിരിക്ക. ഞാൻ പറഞ്ഞില്ലേ മാമൻ അത് കണ്ടോ? തോണ്ടിരിക്കുന്നത് കണ്ടോ? 6 എണ്ണം കണ്ടോ? നിറച്ചും കോരി വെച്ചിരിക്കാം വെള്ളം. രാവിലെ തുടങ്ങിയത് അതിനകത്ത് നിറച്ച് നീ വെള്ളം കോരി വെച്ച് നശിപ്പിച്ചല്ലോ. എന്നാ മാമ എന്റെ കുഞ്ഞിന് റിഹേഴ്സൽ ചെയ്യാൻ കൊണ്ടുവച്ച ട്രംസെറ്റും ട്രിപ്പിളിന് വെള്ളം കോരി വെക്കുന്നേ. എന്തായാലും വെള്ളം കോരി വെച്ചില്ലേ? നിനക്ക് എന്തേലും ഉത്തരവാദിത്വം ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്നോട് ജനറേറ്റർ എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് വന്നോ നീ? ഇത് അവരോട് നടന്നു വരാൻ പറയാം, എനിക്ക് പറ്റത്തില്ല. അവര് ജനവാർത്തനല്ല, ജനറേറ്റർ. ആരായാലും സൈക്കിൾ പിടിച്ച് വരാൻ പറയാം, എനിക്ക് വയ്യാന്ന്. ആകെ ഇവിടെ ടാറ്റ സുമേഷ് മാത്രമേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ നിനക്ക് ഉത്തരവാദിത്തമില്ല എന്ന്. ഇറങ്ങിപ്പോ, അങ്ങനെ പോ. ആവശ്യമില്ല. നിനക്ക് ഞാൻ കീറി തരണ്ടേ? പിന്നെ അതല്ലണ്ടേ. ഇവിടുന്ന് പിടിച്ചേ. പിടിച്ചു. തിരുമേനോ വേറെ മനസ്സ് വെച്ചോണ്ടാ കേട്ടോ. കേറി അങ്ങ് പിടിച്ചും പോയി. ആവശ്യമില്ലാത്ത കാര്യം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കുഞ്ഞെന്തേ? ഉണ്ണിക്കുട്ടോ, അച്ഛൻ വിളിക്കുന്ന ഓടി വന്നേ ഇങ്ങോട്ട്. അവനൊക്കെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്നാരാ അച്ഛൻ? എന്താ അച്ചാളിയാ? ഞാനല്ലേടാ നിന്റെ അച്ഛൻ. ആണോ? പിന്നെ ശരിയാന്നോ ഇങ്ങനെ പറയുന്നത്? എല്ലാരും പറയുന്ന കാര്യമില്ലയോ? തെറ്റൊരിക്കണമൊന്നും ഇല്ല. അപ്പൊ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു രക്ഷകർത്താവ് എന്ന രീതിയിൽ ഒരു ഉപദേശം നിനക്ക് തരാനുണ്ട് എനിക്ക്. എന്തുവാ? പഠിത്തം ഉണ്ട്. അത് രണ്ടാമത്, പാട്ടും കൂത്തും ഒന്നാമത്. മനസ്സിലായല്ലോ? നിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടിയാണ് നിന്നെ ഫൈനൽ സ്റ്റേജ് വരെ അച്ചാച്ചൻ എത്തിച്ചത്. മോൻ എന്തെങ്കിലും ആവശ്യമുണ്ട് ഇപ്പൊ ചോദിച്ചോണം, അച്ചാച്ചൻ അത് മേടിച്ചു തരും. കേട്ടല്ലോ? എനിക്കൊരു 500 രൂപ വേണം. കീറി ഞാൻ വെച്ച് തരും.
എടാ നമ്മളൊരു കലാപരമായ കഴിവിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ആദ്യം കാശല്ല നോക്കേണ്ടത്, പിന്നെ ബുദ്ധി, ശക്തി, കഴിവ്, ഇത് മൂന്നുമാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അച്ചാച്ചന്റെ ഉള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. പറയരുത്. ഇപ്പൊ എന്തൊക്കെ ആവശ്യമുണ്ടോ അച്ഛൻ മേടിച്ചാലും ചോദിച്ചാട്ടെ. തരുവോ? ഒരു കാറ് വേണോ? വേണ്ട. ജീപ്പ് വേണോ? വേണ്ട. സ്വർണ്ണമാല വേണോ? വേണ്ട വേണ്ട. ബെൻസ് കാറ് വേണോ? വേണ്ടെന്ന്. പിന്നെ എന്തുവാണോ നിനക്ക് വേണ്ടത്? അച്ചാച്ച ഫാമിലി റൗണ്ടാ വരാൻ പോകുന്നത്. അപ്പൊ അവിടെ കാണിക്കാൻ വേണ്ടി കാണാൻ കൊള്ളാവുന്ന ഒരു അച്ചാച്ചനെ അമ്മയെ മേടിച്ച് തരാമോ? പിന്നെ അച്ചാച്ച വേറൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോ ഫ്രണ്ടിൽ ഇരുന്ന ജഡ്ജസ്മാര് പറയുക ഞാൻ ഷഡ്ജ് വിട്ടില്ലാന്ന്. പിന്നെ ഇനി 350 രൂപയുടെ പണി ചെയ്തിട്ട് 300 രൂപ നിന്നെ ഞാൻ കൊണ്ടു തരുന്നുണ്ട്. എന്റെ കുഞ്ഞിന് ആവശ്യമുള്ള സാധനം മേടിച്ചു കൊടുക്കണം. ഞാൻ നിന്നോട് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന് ഇഷ്ടംപോലെ ഷഡ്ജ് ഉണ്ട്, അറിയാവോ? അത് കൂടാതെ നിങ്ങളുടെ 2 ഷഡ്ജും എടുത്ത് കൊടുത്തേക്ക് വെച്ചിറങ്ങി. അതാണ് ഈ കാര്യം വലുതാ അതൊക്കെ. വിളിച്ചു കേട്ടിട്ട് പോടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പെങ്ങളും അളിയനും വരും. ആ സമയത്ത് നീ പോര് കാണിക്കരുത്. പോര് കാണിക്കത്തില്ല മനുഷ്യ, അവര് വരട്ടെ. പറഞ്ഞു തീർന്നില്ലല്ലോ, അളിയനും മകളും വരുന്നുണ്ട്. കണ്ടോടി എന്തോ സ്നേഹമാ നോക്ക്. ഒരമ്മ മറ്റേ അളിയന്മാര് കണ്ടോ? പോലിരിക്കുന്ന എന്റെ പെങ്ങളെ പെയിന്റ് അടിക്കാൻ വന്നിട്ട് അടിച്ചോണ്ട് പോയ മിണ്ടരുത്. മൈനയാണത്രേ, മൈന. മൂകനാണോടാ മൈന? ഞാൻ അപ്പഴേ പറഞ്ഞു പട്ടികളൊന്നും ഈ പരിപാടിക്ക് വിളിക്കണ്ടത്. നാറുകളെയൊക്കെ വിളിച്ചു കൊല്ലി നിങ്ങളല്ലേ മനുഷ്യ എന്റെ കുഞ്ഞിന്റെ പരിപാടി കുളവാക്കാൻ. നീ അല്ലേ പറഞ്ഞു വലിയ നാടക നടനാ, വലിയ ആളാന്ന് പറഞ്ഞിട്ട് ഇവനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ടി വിക്കകത്തോണ്ട് കയറ്റിത്താലും മതി മോന്ത. നിന്നെ അടിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒറ്റയ്ക്ക് എനിക്ക് അവനിക്ക് അറിയാം. പരിപാടിയല്ലേ എന്തോ അളിയ ഇതൊക്കെ ഒന്ന് നേരത്തെ പറയണ്ടേ? വളരെ ചെയ്യാൻ പറ്റൂല്ലോ. പിന്നെ പിന്നെ നമ്മുടെ മോനെന്തിയെ മോനിവിടെ ഒന്ന് വിളി. അല്ലെങ്കിൽ അവനെ നെക്കല്ലേ, അവന്റെ സംഗതി എല്ലാം വെളി വരും. ഒന്നാമത് ഷഡ്ജി ഇല്ലാതെ അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അളിയ നമ്മൾ മാത്രം അഭിനയിച്ചാ മതിയോ? അല്ല വേറെ ആളെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ മൂത്ത ആകള ഡൽഹിയിലുള്ള പുള്ളി ഞാൻ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഇവിടെ വരും. അവൻ വന്നോ തന്നെ അടയാളം. അവൻ അങ്ങനെ വരാനാ മനുഷ്യ, അവന് നല്ല പിടിപാടാ അവിടെ. അങ്ങനെ വരത്തില്ല. എന്താ കുഴപ്പം? വരത്തില്ല അവൻ വരാനുള്ള മാർഗം ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങള് എന്ത് ചെയ്യുന്നു? ഇനി നിന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ കാർ എടുത്ത് പുറപ്പെട്ട് കാണും. അപ്പൊ അളിയ, അപ്പൊ നമ്മുടെ അളിയും വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു സാധനം സെറ്റ് ചെയ്യാം. ആയിക്കോട്ടെ, മനസ്സിലായല്ലോ? നമ്മുടെ കുഞ്ഞൊരു പാട്ട് പാടും, നമ്മളെല്ലാം ചേർന്ന് അഭിനയിക്കണം. അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടും. അപ്പൊ എല്ലാവർക്കും അത് വീഴ്ച തരും. എന്താന്ന് വെച്ചാൽ പറഞ്ഞ. അപ്പൊ മോൻ ഏത് പാട്ടാണ് പ്രാക്ടീസ് ചെയ്ത്? അച്ഛാ ഞാൻ ഫാമിലി റൗണ്ടിൽ പാടാൻ വേണ്ടി കല്യാണരാമൻ എന്ന സിനിമയിലെ കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും എന്ന പാട്ട് ഞാൻ പാടി പഠിച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളി അല്ലേ? നല്ല പാട്ടല്ലേ അളിയ? നല്ല പാട്ടാ, നല്ല പാട്ടല്ലേടി? നല്ല പാട്ടാണ്, നല്ല പാട്ടാ. അപ്പൊ മോനെ ക്യാരക്ടർ നിശ്ചയിക്കാം. അതാ ഈ കഥയിലെ രാജകുമാരനും ഗോപകുമാരി എന്ന് പറഞ്ഞ 2 ക്യാരക്ടർ ഉണ്ടല്ലോ. അതിലൂടെ റെഡിയാണല്ലോ. ഞാനും എന്റെ വരി റെഡി അവിടെ. പ്രൊഡ്യൂസർ നേരിട്ട് വിളിച്ചു പറഞ്ഞു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാ. അങ്ങനെ അത് ഞങ്ങൾ 2 ഫിക്സ് ചെയ്ത് വെച്ചേക്കും. ആ കാര്യത്തില്ല. അപ്പൊ എനിക്കൊന്നും ഇല്ല അളിയ. അളിയന് വേഷമുണ്ട്. എന്തോ? അതായത് ഇതിനകത്ത് മെയിൻ വേഷമാണ് അളിയന്. ആണോ? അതായത് ഈ കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും കൂടി ദീപമായിട്ട് ഇങ്ങനെ വരും. ഈ ദീപമായിട്ട് ഈ നദിയിലേക്ക് വരുന്ന സമയത്ത് അളിയൻ എൻട്രി ചെയ്യണം. എന്താണ്? കുഞ്ഞോളമായിട്ട് അളിയൻ വരണം. അളിയൻ എന്തോ അളിയ പറയുന്നത്? ഞാൻ കുഞ്ഞോളുമായിട്ട് വന്നാൽ ഞങ്ങൾ ഉണ്ടാക്കട്ടെ, ഇടി ഉണ്ടാക്കത്തില്ലേ? അളിയ കുഞ്ഞുമോളല്ല, കുഞ്ഞോളം. കുഞ്ഞോളോ? കുഞ്ഞോളായിട്ട് അളിയന് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പറ്റൂല്ലേ? പറ്റും. ഒരു കുഞ്ഞോളനല്ലാണോടി? നല്ല പാട്ടാണ്. മാമ കീ കൊടുത്ത് വിട്ടേക്ക് വന്നു അതിനെ. ഇങ്ങനെ കാണിക്കാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ നീ പാടും, അഭിനയിക്കണം. ഓക്കെ അല്ലേ? കറക്റ്റ് സമയത്ത് അളിയൻ എൻ്റർ ചെയ്തോളാം. ഓനെ അപ്പൊ ഓക്കെ പാട്ട് പഠിക്കണം. അപ്പൊ ഞാൻ പാട്ട് പാടാൻ പോവാണ്. ബാക്കി അവരെല്ലാം ശരിയാണല്ലോ. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. കഥയിലെ രാജകുമാരൻ ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ കുഞ്ഞോളങ്ങളും അവനുണർത്തി ദീപങ്ങൾ. ഓ അളിയനോട് എന്തോ കാണിക്കാനാ പറഞ്ഞു? കുഞ്ഞോളം. അളിയനിപ്പോ എന്താ ഇവിടെ കാണിച്ചേ? ഓളം. നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? കുഞ്ഞിന്റെ പരിപാടി നശിപ്പിക്കാനായിട്ട് അളിയനത് പറയരുത്. അളിയനൊരു കുഞ്ഞോളം തന്നുകൊണ്ടല്ലേ തിരമാലയൊക്കെ കാണിച്ചത്. മറിച്ചൊരു തിരമാല തന്നിരുന്നെങ്കിലോ
ഞാനൊരു സുനാമിയൊക്കെ അന്വേഷിക്കത്തില്ലായിരുന്നോ? ഇയാൾ അഭിനയിക്കണ്ട, ഇയാൾ പോ. അളിയാ ഇത് പറ്റത്തില്ല, ഈ പാട്ട് വേണ്ട, പാട്ട് മാറ്റേ. പാട്ട് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അളിയൻ അഭിനയിക്കുവോ? പിന്നെ അറിയാമല്ലോ. മോനെ ഒരു പാട്ട് കൂടെ, മോനെ ഏത് പാട്ട്? അച്ചാച്ചാ, ഞാൻ വളരെ കഷ്ടപ്പെട്ട മറ്റേ പാട്ട് തന്നെ പഠിച്ചത്. ഞാൻ ഒരു പാട്ടും കൂടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ചന്ദ്രലേഖ എന്ന സിനിമയിലെ ഒന്നാം വട്ടം കണ്ടപ്പം ചെക്കരി കിണ്ടാണ്ടം. അളിയ അത് നല്ല പാട്ടല്ലേ അളിയ? നല്ല പാട്ടല്ലേ? നല്ല പാട്ടാ. അപ്പൊ ഇന്നത്തെ ക്യാരക്ടർ ഒന്ന് നിശ്ചയിക്കാം. അതായത് ഈ ഒന്നാം വട്ടം കണ്ടപ്പോൾ ഈ ചെക്കൻ എന്ന് പറയുന്നത് ഞാൻ, അതാർക്ക് ഞാൻ തരത്തില്ല, നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം. ചെക്കൻ ഞാനല്ലോ, അങ്ങനെ വേണല്ലോ, പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണമല്ലോ. അളിയൻ ചെക്കൻ ഞാനാണ്. അപ്പൊ കണ്ടപ്പോൾ അളിയന്റെ ഭാര്യയായി. അതങ്ങനെ വേണമല്ലോ, പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനാണല്ലോ, അങ്ങനെ വേണമല്ലോ. അപ്പൊ ഞാൻ കിണ്ടാണ്ടം. വേണേ മതി, ചെയ്യാവോ? അളിയാ, അളിയൊരു കാര്യം മനസ്സിലാക്കണം. ഈ സുധാകരൻ പട്ടിണി കിടന്ന് ഭാര്യയിൽ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒറ്റ കിണ്ടാണ്ടാക്കാൻ പോയിട്ടില്ല. അളിയ അളിയാ മാമ, അളിയ നമ്മുടെ അളിയ അങ്ങനെ പിണങ്ങി ഞാൻ കിണ്ടാണ്ടം. അളിയ അളിയ ഇങ്ങനെ വന്ന അളിയ അളിയ ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കി. നമ്മുടെ കുഞ്ഞിന്റെ പരിപാടിയാണ്, നമ്മൾ എല്ലാവരോട് സഹകരിച്ചാൽ കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടത്തുള്ളൂ. അളിയ സഹകരിക്കും. അളിയ അളിയ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ അളിയ, പ്ലീസ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അതെ, ഞാനിവിടെ എത്തുന്നതേ ഉള്ളൂ. ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ വിളിക്കാം. എപ്പോഴായിരുന്നു മരിച്ചത്? 2 കൊല്ലം മുന്നേ. 2 കൊല്ലം മുന്നേ? അളിയാ എന്നെ പറഞ്ഞു 2 കൊല്ലം മുന്നേ മരിച്ചെന്ന് പറഞ്ഞത്? ആര്? അച്ഛൻ. ആര്? അച്ഛൻ. അളിയോ പറഞ്ഞേ, അളിയ അച്ഛൻ മരിച്ചിട്ടൊന്നും ഇല്ല. ഞാൻ ചുമ്മാ പറഞ്ഞത്. അച്ഛൻ മരിച്ചിട്ടില്ലേ? 350 രൂപയുടെ സീക്വൻസ് വെച്ച റീത്തം മേടിച്ചോണ്ട് വന്നിട്ട് ആ കിളവൻ ചത്തിട്ടില്ലെന്നോ? മാർക്കേ, അവനിത് ഞെക്കി കൊന്നതിന്റെ കാര്യം. എടി തന്തയെ കൊന്നവളെ. അളിയും വിഷയം ഉണ്ടാക്കല്ലേ, അളിയും ചൂടാകരുത്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കുഞ്ഞിന്റെ ഒരു പരിപാടി, റിയാലിറ്റി ഷോ ഒരു പരിപാടിയാ. അവൻ ഫൈനലിൽ കയറി. അപ്പൊ പുതിയ റൗണ്ടാണ് ഫാമിലി റൗണ്ട്. അപ്പൊ നമ്മളെല്ലാം കൂടെ ചേർന്ന് അഭിനയിക്കണം. TV വരുന്ന പരിപാടിയാണ്. അപ്പൊ അവള് പറഞ്ഞു അളിയെ വിളിച്ച് അളി നല്ലതായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് അളിയും ബുദ്ധിമുട്ടിച്ചിട്ട് ക്ഷമിക്കണം. അളിയും കുഴപ്പമില്ലെന്ന്. ശരിയെന്ന്. നീ ആദ്യം എന്താ പറഞ്ഞു? ആദ്യം എന്തോ പറഞ്ഞല്ലോ ഒരു കാര്യം, പൊക്കോളാൻ. അതല്ല, അതിന് മുമ്പ് എന്തോ പറഞ്ഞല്ലോ? ഒരു TV. അല്ല, അതിന് മുമ്പ് എന്താ പറഞ്ഞല്ലോ? അഭിനയം. അഭിനയിക്കണം നമ്മള്. അഭിനയിക്കുമോ? പിന്നെ ഞാൻ സൂപ്പറായിട്ട് അഭിനയിക്കും. അപ്പൊ നമ്മളെല്ലാം കൂടെ സഹകരിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടും. ആണല്ലേ? ആണ്. ഓക്കെ, കുഞ്ഞിവിടെ മോനെ മോനെ മാമനെ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? പണ്ട് ഞാൻ ഇവിടെ വരുമ്പോ നീ ഇത്രേ ഉള്ളു. അത് പണ്ട്. ഇപ്പൊ ഒന്ന് കാണണം. 9ാം ക്ലാസ്സിലാ. ഇവനെ പാട്ടല്ല പഠിപ്പിക്കേണ്ടത്, പിന്നെ മ്യൂസിക്. മ്യൂസിക് പഠിപ്പിക്കും. എപ്പോ വന്ന്? നേരത്തെ വന്നോ? ഞാനൊക്കെ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ടോ? എന്തിനാ ഈ വിളിച്ചു വരുത്തിയത്? ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ മോനെ ഒരു പാട്ട് കൂടെ മോൻ പാട്, ഞങ്ങൾ എല്ലാം കൂടെ ചേർന്ന് അഭിനയിച്ച് നിനക്ക് ഫ്ലാറ്റ് മേടിച്ച് തന്നിരിക്കും. അച്ഛാ, ഞാൻ വളരെ കഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ പഠിച്ചു വെച്ചേക്കുന്നത്. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ ആലിലക്കണ്ണ എന്നുള്ള പാട്ട് ഞാൻ പാടും. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കുഞ്ഞു പാടും ഒരു പാട്ടും ഉണ്ട്, അതെല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് ക്യാരക്ടർ നിശ്ചയിക്കാം. ഇതിനകത്ത് കലാഭവൻ മണി എന്ന് പറയുന്ന ക്യാരക്ടർ അത് ഞാനാണ്. ഞാൻ തന്നെ. അത് പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അളിയ, അതുകൊണ്ട് മനസ്സിലായല്ലോ. ഇതിനകത്ത് മെയിൻ വില്ലൻ തോമസ് സാർ, സായി കുമാർ ചെയ്ത കഥാപാത്രം അത് എന്റെ മോൻ. അത് ഞങ്ങളുടെ എനിക്കൊന്നുമില്ല അളിയ. അതിന് വേഷമുണ്ട്. അതായത് ഇതിന് മെയിൻ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാവമണി അന്ധനാണല്ലോ. ഈ അന്ധനായ കലാവമണി ഇങ്ങനെ വന്നിട്ട് തോമസ് സാർ എൻട്രി ചെയ്യുന്നു. തോമസ് സാർ വന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴുത്തെ കയറി പിടിക്കുന്ന സമയത്ത് അളിയന്റെ ഡയലോഗ്, ജനാർദ്ദനൻ പറഞ്ഞ ഡയലോഗ്, ഈ ഡയലോഗ് പറയണം.
തവളയുടെ സൗണ്ട്. അവളെയല്ല, ജനാർദ്ദന്റെ സൗണ്ട്. ആ രണ്ടും ഒന്ന് തന്നെ. മനസ്സിലായില്ലോ? ഓക്കെ. അതെ അളിയാ, അപ്പൊ ഈ ഡൽഹിയിൽ നിന്ന് വന്ന എനിക്ക് വേഷമൊന്നും ഇല്ലേ? അളിയ പിന്നെ തുണിയില്ലാതാണോ ഇങ്ങോട്ട് വന്ന്? അല്ല, ആ വേഷമല്ല, ഈ അഭിനയിക്കാൻ ഒരു അതിന് അഭിനയിക്കാൻ മുട്ടിയിരിക്കുമല്ലേ? മുട്ടിയിരിക്കാം. അപ്പൊ അതിന് പറ്റിയൊരു സംഭവം എൻ്റെ കയ്യിലുണ്ട്. ഉണ്ട്. അതായത് ഈ കലാമണിയുടെ ചേട്ടൻ മേഘനാഥൻ. അത് ഞാൻ. അപ്പൊ ഈ ഡയലോഗ് മേഘനാഥന് വലിയ ഡയലോഗ് ഒന്നും ഇല്ല. മേഘമായിട്ട് ഇങ്ങനെ ഉരുണ്ടുകൂടി ആ സൈഡിൽ കൂടി ഇങ്ങനെ സിറ്റുവേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. കലാമണി വരുന്നു, തോമാസാന്റെ കഴുത്തെ കയറി പിടിക്കുന്നു. അപ്പൊ അളിയന്റെ ഡയലോഗ്, അപ്പൊ അളിയൻ ഉരുണ്ടു കൂടുന്നു. ഓക്കെ, ഞാൻ പാടാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ഇപ്പോഴാണോ വിറാന്ന് പറയേണ്ടത്? അവന്റെ കഴുത്തെ പിടിക്കുമ്പോഴല്ലേ വിറാന്ന് പറയണ്ടേ? അതിവിടെ പറഞ്ഞതാ അല്ലേ? കൈവിട്ടു പോവാ അളിയ. നിങ്ങളെല്ലാം കൂടെ എന്റെ കുഞ്ഞിന്റെ പരിപാടി നശിപ്പിക്കുവോ? ഇല്ല, ഇനി കറക്റ്റാ. കറക്റ്റ് ആകണം. ഓക്കെ അല്ലേ? ഓനെ ഒരു പാട്ട് കൂടെ പാടി. പാടണ്ട, ഡയലോഗിൽ തുടങ്ങാം. അപ്പൊ തോമാസ് സാർ പിടിക്കുന്ന മറ്റേ സംഭവങ്ങളല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. തോമാസ് സാർ വന്നോ? വന്നു. തോമാസ് സാറ് പാവാ. അപ്പൊ അവര് ഇച്ചിരി വെള്ളം കൊടുക്കും. അളി അങ്ങനെ ഉണ്ടായിരുന്നു. ഈ തവണ ഫ്ലാറ്റ് നമുക്ക് പിന്നെ അളിയാ, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പോ 350 രൂപ കൊടുത്ത് റീത്ത് മേടിച്ചിട്ടാ വന്നത്. അതങ്ങ് വേസ്റ്റ് പോയി. ഇപ്പൊ കൊണ്ടു കൊടുത്താ ആ പൈസ കിട്ടും. അതിന് ഞാൻ ഫുള്ള് മേടിച്ചിട്ട് വരാം. അന്നാ ഈ റീത്ത് കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് കൊടുക്കാൻ വരട്ടെ. ആ റീത്ത് മോന്റെ നെഞ്ചിട്ട് തന്നെ അങ്ങ് വെച്ചേരെ. മോൻ ഫ്ലാറ്റായി. അയ്യോ, ഇങ്ങനെ വളിച്ച കോമഡികൾ പറഞ്ഞ് എന്നെ വെറുപ്പിക്കാതെ കൊച്ചു മുതലാളി. കരുത്തമ്മ, എന്റെ കയ്യിൽ ഇനിയും ഒരുപാട് വെളിച്ച കോമഡികളുണ്ട്. ഞാൻ വെറുപ്പിക്കട്ടെ? വേണ്ട, ഇനിയും അത് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല കൊച്ചു മുതലാളി. കരുത്തമ്മ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊച്ചു മുതലാളി എന്ന് വിളിക്കരുത്. എടി, ഞാൻ ഇന്നൊരു മൊബൈൽ കമ്പനിയുടെ MD ആണ്. അതുകൊണ്ട് തന്നെ MD മുതലാളി എന്ന് വിളിച്ചാൽ മതി. ശരി തണ്ടി മുതലാളി. അയ്യോ സോറി, MD മുതലാളി. MD മുതലാളി, ഞാനൊരു കാര്യം ചോദിച്ചാൽ അങ്ങ് തെറ്റിദ്ധരിക്കരുതേ. ഞാനൊരു ചീത്ത പെണ്ണാണെന്ന് വിചാരിക്കുകയും അരുതേ. ഈശ്വര, ഇവൾ എന്റെ വഴിക്ക് വന്നെന്ന് തോന്നുന്നു. പറയൂ കരുത്തമ്മ. എനിക്ക് കുറച്ച് രൂപ തരുമോ? അതായിരുന്നു, വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു. എന്റെ കയ്യിൽ എവിടുന്ന രൂപ? ആട്ടെ, എന്തിനാ കരുത്തമ്മ രൂപ? എന്റെ അപ്പന് ഒരു മൊബൈൽ കച്ചവടം തുടങ്ങാനെ കൊണ്ട് എന്നെ ഓർത്തെങ്കിലും അങ്ങ് രൂപ തരണം പ്ലീസ്. ഇവളെന്നെ കൊണ്ട് എന്റെ വാടക വീടിന്റെ ആധാരം പണയം വെപ്പിക്കും. ഈ വാടക വീടിന്റെ ആധാരം കടം ചോദിച്ചാൽ ഹൗസ് ഓണർ തരുമോ കരുത്തമ്മ? അങ്ങ് ചോദിക്ക്, തീർച്ചയായും തരും. ഇല്ല കരുത്തമ്മ, തരില്ല. 7 മാസത്തെ വാടക കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊണ്ട് ഹൗസ് ഓണർ ഇന്നലെ വന്ന് പച്ചക്കറി വിളിച്ച് പോയതേ ഉള്ളൂ. ഞായറാഴ്ചത്തെ പലിശക്കാരൻ അണ്ണാച്ചി തന്നെ ചേരണം. ഞാൻ പണം തരാൻ കരുത്തമ്മ. പക്ഷേ നിന്റെ അച്ഛൻ മൊബൈൽ കച്ചവടം തുടങ്ങിയാൽ ആദ്യത്തെ കണക്ഷനെല്ലാം എൻ്റെ കമ്പനിക്ക് തന്നെ തരില്ലേ കരുത്തമ്മ? തരില്ലേ? തരും, തന്നിരിക്കും. വെറുതെ വേണ്ട, വെള്ളി വില തരാം. അതെന്താ വെള്ളി വില തരുന്നത്? പൊന്നു വില തന്നൂടെ? പൊന്നിനൊക്കെ ഇപ്പൊ എന്താ വില? ശരി, കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു. എങ്കിൽ സത്യം ചെയ്യും. അയ്യോ, അമ്മച്ചി മിസ് കോൾ അടിക്കുന്നേ. ഞാൻ പോയേച്ചും വരാം. അയ്യോ കരുത്തമ്മ, പോലെ കരുത്തമ്മ. ചേ, ഒരു സ്പർശന സുഖമെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. അതും പോയി. ആ തള്ളക്ക് മിസ് കോൾ അടിക്കാൻ കണ്ടൊരു സമയം. വാലിഡിറ്റി തീർന്നിട്ടും
ഈ പഴയ മോഡൽ ഹാൻഡ്സെറ്റിനൊന്നും ഭൂമിയിൽ നിന്ന് എറേസ് ചെയ്ത് പോകാനായിട്ടില്ലേ? അതൊക്കെ പോട്ടെ, നേരം എടുത്തിട്ട് ഇത്ര സമയമായിട്ടും എൻ്റെ മൊബൈലിലേക്ക് ഒരു നല്ല കോള് പോലും വന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ കടലമ്മയോട് തന്നെ ചോദിക്കാം. ഒരു നല്ല കോളിത കടലമ്മേ, ഒരു നല്ല കോളിത കടലമ്മേ, ഒരു നല്ല ഏതായാലും കരുത്തമ്മ പോയി. ഇനിയിപ്പോ നല്ല പെണ്ണിനൊന്ന് മിസ് കോൾ അടിച്ചു നോക്കാം. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയം കഴിഞ്ഞു വിളിക്കുക. ഏത് സമയം നോക്കിയാലും പരിധിക്ക് പുറത്താ. ഇവൾക്കൊക്കെ ആരാണാവോ നല്ല പെണ്ണെന്ന് പേരിട്ടത്? കൊച്ചു മുതലാളി, ആരാ അത്? ഞാനാ മുതലാളി, ചെമ്പൻകുഞ്ഞാ. ചെമ്പൻകുഞ്ഞെന്ന് പറഞ്ഞിട്ട് ചെമ്പുകലത്തിലിട്ട് പുഴുങ്ങിയ പോലത്തെ ഒരാളാണല്ലോ വരുന്നത്. ഞാനാ മുതലാളി, ചെമ്പൻകുഞ്ഞാ, കറുത്തമ്മയുടെ അപ്പനാ. കരുത്തമ്മയുടെ ഓണറാണല്ലേ? അല്ല മുതലാളി, കറുത്തമ്മ അങ്ങയോട് ചോദിച്ച ആ കാശിന്റെ കാര്യം. എന്തിനാ ചെമ്പൻകുഞ്ഞ് ഇത്രയും കാശ്? അത് മുതലാളി, ഈ ഫുട്പാത്തിലിരുന്ന് മൊബൈൽ കച്ചവടം ചെയ്ത് എനിക്ക് മതിയായി. എനിക്ക് സ്വന്തമായൊരു മൊബൈൽ കച്ചവടം തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. അതിനാ മുതലാളി കാശ്. ശരി, കരുത്തമ്മയെ ആലോചിച്ച് ഞാൻ കാശ് തരാം. പക്ഷെ കച്ചവടം തുടങ്ങിയാൽ ആദ്യത്തെ കണക്ഷനെല്ലാം എൻ്റെ കമ്പനിക്ക് തന്നെ അല്ലേ ചെമ്പൻകുഞ്ഞ്? അത് ഉറപ്പായിട്ടും കൊച്ചു മുതലാളിക്ക് തന്നെ. അപ്പം മുതലാളി അയ്യോ ഓ അമ്മേ, എന്ത് പറ്റി ചെമ്പൻകുഞ്ഞ്? അത് മുതലാളി, എൻ്റെ ഇൻബോക്സ് ഫുള്ളായെന്ന് തോന്നുന്നു. ഞാൻ ആ കടാപ്പുറത്തൊന്ന് പോയി ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വരാം. കടാപ്പുറം വരെ എത്തുവോ? ചക്കിമരിക്കാത്തി, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? ഇപ്പം തരാം മലയാളി. ഒന്ന് നിന്ന്. കരുത്തമ്മയില്ലേ എവിടെ? അവളിവിടെ ഇല്ല മലയാളി. എനിക്ക് വെള്ളം വേണ്ട. ആരാടാ ഈ പച്ചപ്പാതിരക്ക് പിച്ചോട്ട് പാടുന്നത്? ഈ റിയാലിറ്റി ഷോ വന്നതോടുകൂടി നാട്ടുകാർക്കൊക്കെ സംഗീതത്തെ പറ്റി നല്ല പിടിപാട്. ഇനിയിപ്പോൾ ചെവി കേൾക്കാത്ത ആരുടെയെങ്കിലും വീടിൻ്റെ മുന്നിൽ പോയിരുന്നു പാടാം. അതാകുമ്പോൾ പാട്ട് നിർത്താൻ പറയില്ലല്ലോ. ഫോണെടുക്കാൻ പോണവരെ ഫാഷൻ സെറ്റുകൾ വേണ്ടവരെ, ഫോണെടുക്കാൻ പോണവരെ ഫാഷൻ സെറ്റുകൾ വേണ്ടവരെ, മടി നിറയെ ക്യാഷ് കൊണ്ടുവരൂ, ഞങ്ങൾ കൈ നിറയെ സല്ലു തന്നു വിടാം. 16-ാം വയസ്സിലെ പയ്യന്മാർ ലൈഞ്ഞിട്ടും സിനിമാ നടിമാരുടെ ഹോട്ടലുള്ള ഫോണുകളുണ്ട്. ഹൈ, വേഗം വാ, വേഗം വാ, വേഗം വാ. എല്ലാവരും കടന്നു വന്നാട്ടെ, എല്ലാവരും കടന്നു വന്നാട്ടെ. 1000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള നല്ല ഇനം കമ്പനികളുടെ പുതിയ മൊബൈലുകൾ ഇവിടെ വിൽക്കപ്പെടുന്നു. വന്നാട്ടെ, കടന്നു വന്നാട്ടെ. വില കൂടിയ സെറ്റുകൾ വാങ്ങുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു ചൈന മൊബൈലുകൾ. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്ന് പറയുന്നത് 10 സിം വരെ ഒരുമിച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത, ഈ ചൈന സെറ്റിന് ശബ്ദം കൂടുതൽ ഉള്ളത് കൊണ്ട് കല്യാണ വീടുകളിൽ മൈക്ക് സെറ്റായി ഉപയോഗിക്കാവുന്നതാണ്. ബ്ലൂടൂത്ത്, റെഡ് ടൂത്ത്, ഗ്രീൻ ടൂത്ത് മുതലായ എല്ലാ പേക്കൂത്തുകളും ഈ മൊബൈൽ വഴി നടത്താവുന്നതാണ്. ഇനി അഥവാ ഈ ചൈന സെറ്റിൽ എന്തെങ്കിലും കേട് വന്നാൽ ചൈനയിൽ പോയി മൊബൈൽ നന്നാക്കാനുള്ള ഒരു അവസരവും ഞങ്ങൾ ഒരുക്കി തരുന്നതാണ്. അതും സ്വന്തം ചെലവിൽ. ഈ അത്ഭുത പ്രതിഭാസത്തിൻ്റെ വില വെറും 250 രൂപ മാത്രം. ഈ ചൈന സെറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് ദൂരം നടന്ന് തളരുമ്പോൾ ഈ മൊബൈൽ നമുക്ക് സ്റ്റൂളായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. വരുവിൻ വാങ്ങുവിൻ, വരുവിൻ
വാങ്ങുവിൻ. അയ്യോ അപ്പാ, ഏതാണ് ഈ വരുത്തൻ? നമ്മുടെ കച്ചവടമെല്ലാം പൊളിഞ്ഞു. എല്ലാവരും അയാളുടെ അടുത്ത് നിന്നാ മൊബൈൽ വാങ്ങുന്നത്. അയാളെ ഓടിച്ചു വിടപ്പാ, ഓടിച്ചു വിട്. വേണ്ട മോളെ, അവൻ മിടുക്കനടി. കണ്ടില്ലേ എത്ര നന്നായിട്ട് അവൻ ആളുകളെ പറ്റിക്കുന്നത്. ആ, എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടുകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. മോളെ, നിന്റെ സിമ്മ് ഞാൻ അവന് കൊടുക്കാൻ തീരുമാനിച്ചടി. അയ്യോ, അപ്പൊ എന്റെ കൊച്ചു മുതലാളി? നിന്റെ കൊച്ചു മുതലാളി സ്വന്തമായി ഒരു കളർ ഡിസ്പ്ലേ പോലും ഇല്ലാത്ത അവൻ പോട്ടടി മോളെ. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, ഞാനും ഇവനും കൂടി ഈ നാട്ടുകാരെ പറ്റിച്ചൊരു കലക്കും. അയ്യോ അയ്യോ, മിടുക്കൻ മോനെ, ഇങ്ങ് വന്നേ. മോന്റെ വീട് എവിടാ? കുന്നംകുളം. കൊള്ളാം. മോനിപ്പോ എവിടുന്നാ വരുന്നേ? കുന്നംകുളം. അല്ല മോനെ, മോൻ ഈ മൊബൈലൊക്കെ എവിടുന്നാ ഇത്ര വില കുറച്ച് കിട്ടുന്നേ? കുന്നംകുളം. ആഹാ, അല്ല മോന്റെ പേരെന്താ? കുന്നംകുളം. അല്ല, പള്ളനി. അല്ല, നിനക്കെന്റെ മോളുടെ മോഡൽ പിടിച്ചിരിക്കണ എങ്കിലേ എന്റെ മോളുടെ ചാർജിനും പൗച്ചും നിനക്ക് തന്നാ നീ പൊന്നുപോലെ നോക്കുക. 6 മാസം വരെ ഞാൻ നോക്കും. അതെന്താ മോനെ 6 മാസം? എനിക്കൊക്കെ 6 മാസത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ അമ്മാവാ. ഈ 6 മാസം അതുവരെ ഈ മുടിഞ്ഞവരുടെ ശല്യം തീരുവല്ല. എങ്കിൽ സെയിൽ ഉറപ്പിക്കാവാ? ഉറപ്പിക്കാം. ആട്ടെ, മോന്റെ അച്ഛനും അമ്മയൊക്കെ എവിടാ? സ്വന്തമായിട്ട് ഒരു IMI നമ്പർ ഇല്ലാത്ത ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അപ്പൊ ഫുട്പാത്ത് ആണല്ലേ, എന്നെ പോലെ തന്നെ. ആട്ടെ, മോൻ വീട്ടിലേക്ക് വാ, വയറ് നിറച്ച് റീചാർജ് ചെയ്തിട്ട് വരാം. പോവാം. കരുത്തമ്മ, അയ്യോ അയ്യോ, കരുത്തമ്മ, നീ എന്താ വൈബ്രേറ്റ് ചെയ്യാണ് കരുത്തമ്മ? ഹോ, എന്റെ ടവറിന് കവറേജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലേ നീ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല മുതലാളി. പിന്നെ എന്തിനാ നീ നിലവിളിക്കുന്നത് കരുത്തമ്മ? അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞ കണക്ഷൻ എന്റെ അപ്പൻ കുന്നംകുളം പളനിക്ക് മറിച്ചു വിറ്റു മുതലാളി. കരുത്തമ്മ, മറ്റൊരു സന്തോഷ വാർത്ത കൂടി. എന്താ കരുത്തമ്മ സന്തോഷ വാർത്ത? എന്റെ ചാർജറും പൗച്ചും അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ പളനിക്ക് കൊടുക്കാൻ എന്റെ അപ്പൻ തീരുമാനിച്ചു കൊച്ചു മുതലാളി. കരുത്തമ്മ, ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴും അങ്ങേക്ക് എങ്ങനെ പാട്ടുപാടാൻ കഴിയുന്നു? ഞാൻ പാട്ടുപാടിയതല്ലേ കരുത്തമ്മ. നിന്റെ തന്ത ചെയ്ത തെണ്ടിത്തരം ആലോചിച്ച് അങ്ങേരുടെ തന്തയ്ക്ക് വിളിച്ചു ചാടി. ആട്ടെ, എന്നെ ഇഷ്ടമാണോ കരുത്തമ്മ? അതെ, എന്നെ മാത്രം. അങ്ങയെ മാത്രം. ഞാൻ വിളിച്ചാ നീ ഇറങ്ങി വരുമോ കരുത്തമ്മ? അങ്ങ് വിളിച്ചാൽ എവിടെ വേണമെങ്കിലും ഞാൻ ഇറങ്ങി വരാം. പക്ഷേ നേരം പുലരുമ്പോൾ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കണം. അതെന്തിനാ കരുത്തമ്മ? നാളെ എന്റെ വിവാഹമാണ്. കരുത്തമ്മ, മുതലാളി. കരുത്തമ്മ, നീ കല്യാണത്തിന് സമ്മതിച്ചോ കരുത്തമ്മ? എന്നെ കുറിച്ച് ആലോചിച്ച് അങ്ങ് വിഷമിക്കരുത്. നിന്നെ കുറിച്ചല്ല, നിന്നെ കിട്ടുന്ന പളനിയുടെ കാര്യം ആലോചിച്ചാണ് ഞാൻ വിഷമിച്ചത്. പാവം മനുഷ്യൻ. മുതലാളി, അങ്ങന്റെ കല്യാണത്തിന് വരുമ്പോൾ എന്തു പ്രസന്റേഷനാണ് കൊണ്ടുവരുന്നത്? സ്നേഹം മാത്രം. എങ്കിൽ അങ്ങന്റെ കല്യാണത്തിന് ദയവ് ചെയ്ത് വരരുതേ. അതെന്താ കരുത്തമ്മ? വിളിക്കാത്ത കല്യാണത്തിന് അങ്ങയുടെ ഇളിഞ്ഞ മോന്തയുമായുള്ള വരവ് എനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. കരുത്തമ്മ, നീ കടാപ്പുറത്തിന് പോയാൽ ഞാനിവിടെ ഹെഡ്ഫോൺ പോലും ഇല്ലാത്ത എന്റെ കേടായ ഫോണിൽ ലൗഡ് സ്പീക്കറിലിട്ട് പാട്ട് കേട്ട് കേട്ട് ചെവി പൊട്ടി മരിക്കും. അതിനു മുമ്പ് എന്റെ ജീവൻ പറന്ന് പറന്ന് ഇവിടെ അങ്ങയുടെ അടുത്തെത്തും. കരുത്തമ്മ, എന്താ മുതലാളി? ചത്താലും നീ എനിക്ക് സ്വയം തരില്ല അല്ലേ? എടി കറുത്തമ്മ! അയ്യോ, അമ്മയ്ക്ക് മിസ് കോൾ അടിക്കുന്നേ. കരുത്തമ്മ പോലെ കരുത്തമ്മ. ശേ, ഇനി നല്ല പെണ്ണെ വിളിച്ചിട്ടും കാര്യമില്ല. അവളാണെങ്കിൽ എന്നും പരിധിക്ക് പുറത്താ. ടെൻഷൻ മറക്കാൻ ഇനി ആകെ ഒറ്റ വഴിയേ ഉള്ളൂ. നിർത്തടാ, ആരാടാ കിടന്ന് പോകുന്നത്? അയ്യോ,
കറുത്തമ്മ, എന്തോ തുറയിലെല്ലാവരും പറയണ നീ ഫംഗസ് കയറിയ സെറ്റാണെന്ന്. നേരാണോ കറുത്തമ്മ? അയ്യോ അങ്ങനെ പറയരുതേ. ആട്ടെ, നീയും ആ പരീക്കുട്ടിയും തമ്മിൽ ബ്ലൂടൂത്ത് വഴി സന്ദേശങ്ങൾ കൈമാറാറുണ്ടെന്ന് തുറയിലെല്ലാവരും പറയണം. നേരാണോ കറുത്തമ്മ? അയ്യോ ഒരിക്കലുമില്ല ചേട്ടാ. പക്ഷേ പല രാത്രികളിലും എൻ്റെ ഇൻഫ്രാറെഡ് ഓണാക്കാൻ കൊച്ചു മുതലാളി പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. തുറയുടെ മുറ തെറ്റിച്ച് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല. സത്യം. സാധാരണ സ്വന്തം ഭാര്യയെക്കുറിച്ച് ആരെങ്കിലും അപവാദം പറയുമ്പോൾ എല്ലാ ഭർത്താക്കന്മാരും പൊട്ടിത്തെറിക്കുകയാണ് പതിവ്. പക്ഷേ ഞാനൊരു ശാന്ത സ്വഭാവക്കാരനാണ്. എൻ്റെ ഭാഗ്യം. ദ്രോഹി, നീ ഓണാക്കിയോടി മൂത്തേവി. ഒരിക്കലുമില്ല ചേട്ടാ, എൻ്റെ ഇൻബോക്സിലുള്ള മെസ്സേജാണ് സത്യം. കറുത്തമ്മ, നിനക്കറിയാമല്ലോ, ഒരു മൊബൈൽ സെയിൽസ്മാൻ്റെ ജീവിതമെന്ന് പറയുന്നത് കയ്യോല പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. വീട്ടിലിരിക്കുന്ന പെണ്ണ് പഴിച്ചു പോയാൽ സെയിൽസിന് പോകുന്ന മരക്കേൻ്റെ പുറത്ത് ടവറിടിഞ്ഞ് വീണ് നെറ്റ്വർക്ക് കട്ടായി പോകും. നീ എന്നെ ചതിക്കില്ല എന്ന വിശ്വാസത്തിൽ ഞാനൊന്ന് ഗ്രാമം വിട്ട് സിറ്റിയിൽ സെയിൽസിന് പോവുകയാണ്. ഞാൻ വരുന്നത് വരെയെങ്കിലും നീ ചീത്തപ്പേര് കേൾപ്പിക്കരുത്. ഒരിക്കലുമില്ല. എങ്കിൽ ഞാൻ പോയേച്ചും വരാം കറുത്തമ്മ. സന്തോഷമായി പോകൂ. ഈശ്വര, എൻ്റെ പളനിച്ചേട്ടന് നല്ലത് മാത്രം വരുത്തണേ. ചൈനയുടെ വൈഫൈ വരൂ, സ്വൽപ്പം ചാർജിനായി ചാർജർ തരൂ. ഇന്നൊരു വട്ടം കൂടി നിൻ സുന്ദരമാം കളർ മോണിറ്റർ കാണാം. മോഹം ചൈനയുടെ വൈഫൈ വരൂ. കരുത്തമ്മ മുതലാളി, എനിക്ക് നിന്റെ റിംഗ് ടോൺ കേൾക്കാതെ ജീവിക്കാൻ വയ്യ കരുത്തമ്മ. മുതലാളിയുടെ ഡിസ്പ്ലേ കാണുമ്പോൾ ഞാൻ എല്ലാം മറക്കുന്നു. ഇനിയെങ്കിലും നമുക്കൊരു പൗച്ചിൽ കഴിഞ്ഞുകൂടെ കരുത്തമ്മ? അയ്യോ, അത് തെറ്റാണ് മുതലാളി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും കരുത്തമ്മ? നമുക്ക് കടലമ്മയോട് ചോദിക്കാം. ശരിയാണ്, കടലമ്മ നമ്മളെ വഴിയാധാരമാക്കാതിരിക്കില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അല്ലേ കരുത്തമ്മ? ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം കടലമ്മ? ബില്ലടയ്ക്കാൻ കാശില്ലെങ്കിൽ ചാകട ചാകട പോയി ചാകട. അയ്യോ, കടലമ്മ നമ്മളോട് ചാകാനാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ കരുത്തമ്മ, അത് വേണ്ട, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. അയ്യോ, കടലമ്മ പറഞ്ഞാൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മരിച്ചേ പറ്റൂ. അയ്യോ, കടലമ്മയോട് നമുക്ക് ഒരിക്കൽ കൂടി ചോദിച്ചു നോക്കിയാലോ? ചിലപ്പം നീ മാത്രം മരിച്ചാൽ മതിയെന്നായിരിക്കും പറഞ്ഞത്. ഒരിക്കലുമല്ല, നമ്മൾ രണ്ടുപേരും മരിക്കണമെന്നാണ് കടലമ്മ പറഞ്ഞത്. ചോദിക്കണ്ടായിരുന്നു. ശരി, പക്ഷേ നമ്മൾ എങ്ങനെ മരിക്കും കരുത്തമ്മ? നമുക്ക് കടലിൽ ചാടി മരിക്കാം. അയ്യോ കരുത്തമ്മ, അത് പറ്റില്ല. കുറച്ചു നേരം ഉപ്പുവെള്ളത്തിൽ കഴിഞ്ഞാൽ എന്റെ റോൾഡ് ഗോൾഡ് മോതിരത്തിന്റെ കളറ് പോകും. എങ്കിൽ നമുക്ക് തൂങ്ങി മരിച്ചാലോ? അയ്യോ കരുത്തമ്മ, അത് പറ്റില്ല. തൊണ്ട പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പാട്ടുപാടാൻ കഴിയില്ല കരുത്തമ്മ. എങ്കിൽ നമുക്ക് വെടിവെച്ച് മരിക്കാം. എന്റെ കയ്യിലുള്ള ഡബിൾ ബാരൽ കണ്ടുകൊണ്ട് വെടിവെച്ച് നമുക്ക് നമ്മുടെ സർവീസ് അവസാനിപ്പിക്കാം മുതലാളി. അതൊരു നല്ല ഐഡിയ ആണ്. എങ്കിൽ ആദ്യം ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലാം, എന്നിട്ട് നീ എന്നെ വെടിവെച്ച് കൊന്നാ മതി. അയ്യോ, അത് വേണ്ട. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? അതുകൊണ്ട് ഞാൻ ആദ്യം മുതലാളിയെ വെടിവെച്ച് കൊല്ലാം, എന്നിട്ട് മുതലാളി എന്നെ വെടിവെച്ച് കൊന്നാ മതി. എങ്കിൽ ശരി, എന്നെ വെടിവെച്ച് കൊല്ലടി. അയ്യോ, എന്നെ വെടിവെച്ച് കൊല്ലാൻ. അയ്യോ, എന്നെ വെടിവെച്ച് കൊല്ലടി പട്ടി. അമ്മേ, ഇനി എന്നെ കൊല്ലു മുതലാളി, എന്നെ വെടിവെച്ച് കൊല്ലൂ. എടി ദ്രോഹി, നിന്റെ കയ്യിലെ ഡബിൾ ബാരൽ കണ്ണുകൊണ്ട് എന്റെ 2 കണ്ണും വെടിവെച്ച് തകർത്തിട്ട് ഇനി ഞാൻ നിന്നെ എവിടെ നോക്കി വെടിവെച്ച് കൊല്ലാനാടി? അമ്മേ.